ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻഡിൽ റേഞ്ച് തിയറിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ക്യാൻഡിൽ റേഞ്ച് തിയറി, അതെങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗിൽ ഹെൽപ്ഫുൾ ആവാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഡേ ക്യാൻഡിൽസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത ദിവസം ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയുടെ അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലെവൽസിന് താഴെയാണ്, ആ ഒരു ഹൈക്ക് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ലോ, അതായത് ഈ ഒരു ഏരിയ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും. ആ ഏരിയ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരാമെങ്കിൽ അടുത്ത ദിവസത്തെ ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാം. അടുത്തത് ഇതേപോലെ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആയിട്ട് ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിൻ്റെ ലോ മാർക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ അടുത്ത ദിവസം ആ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് റെയ്മണ്ടിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഡേ ചാർട്ട് നോക്കാം. ഇപ്പോൾ ഡേ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കും, 2-ാം തീയതി നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം 3-ാം തീയതി ആ ഒരു ഹൈ ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തു. ആ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു, താഴേക്ക് വന്നു, ഫെയിലായി താഴേക്ക് വന്നു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ലോ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതായത് ഈ ഒരു ലോ എപ്പോഴാണ് അടുത്ത ദിവസം ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ലോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ഒരു ലോ, പ്രീവിയസ് വന്നിരിക്കുന്ന ലോ ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തു. ആ ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിലും തമ്മിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കാണാം മാർക്കറ്റ് തിരിച്ച് കയറി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്തു, വീണ്ടും ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ പ്രീവിയസ് ഡേ ലോയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് മുകളിലോ സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രീവിയസ് ഡേ വന്നിരിക്കുന്ന ലോ ഏരിയ, ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ആയിട്ട് കാണേണ്ടത്. അതാണ് ലിക്വിഡിറ്റി കൂടുതലുള്ള ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ്. ഡേ ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2-ാം തീയതി നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അടുത്ത ദിവസം ആ ഒരു ഹൈയുടെ ബ്രേക്ക്ഔട്ട് ചെയ്തു. അതിന് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോ മാർക്ക് ചെയ്യേണ്ടത്. ഇനി 6-ാം തീയതി നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കാം. അപ്പോൾ 6-ാം തീയതി മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ 2 ക്യാൻഡിൽ തമ്മിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും എക്സാക്റ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്തു, നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരാം. കണ്ടോ, ആ ലെവൽ അടിച്ച് നല്ല രീതിയിൽ താഴേക്ക് വന്നു. വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ, 7-ാം തീയതി ആ എക്സാക്റ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അടിച്ച് വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സ് നിപ്പോൺ നോക്കാം. അപ്പോൾ നിപ്പോൺ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം അടുത്ത ദിവസം ആ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു, ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു ലോ ഉണ്ടോ, ഈ ഒരു ലോയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ടൈം ഫ്രെയിം 5 മിനിറ്റ് ആക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ഏരിയ ആണ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെയും ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട് കണ്ടോ, പ്രീവിയസ് ഡേ ലോ ബ്രേക്ക്ഔട്ട് വന്നു. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലെവൽ മാർക്ക് ചെയ്യാം.
അതിനുശേഷം മാർക്കറ്റ് ആ ലെവൽ ടച്ച് ചെയ്തു കണ്ടോ, വീണ്ടും താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെല് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. അവിടെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റോക്ക് സോൺ കാണിച്ചു തരാം. GSPL അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അടുത്ത ദിവസം ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു, പക്ഷേ ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റിജക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 5 മിനിറ്റിലേക്ക് മാറ്റാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ 6-ാം തീയതി ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ആ ഒരു ലെവലിലൂടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഈ ഒരു ക്യാൻഡിലും തമ്മിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് വീണ്ടും മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു. നമുക്കിവിടെ സെല് ചെയ്യാവുന്നതാണ്. കേട്ടോ, നമ്മൾ ടാർഗറ്റ് ഇതാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ക്യാൻഡിൽ റേഞ്ച് തിയറിയുടെ കൺസെപ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡേ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഇങ്ങനൊരു മാച്ച് ആയിട്ടുള്ള കണ്ടീഷൻ വന്നിട്ട് നോക്കാം. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതിനെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പക്ഷേ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടൈം ഫ്രെയിം 5 മിനിറ്റോ അതിന് താഴെയുള്ള ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. എപ്പോഴാണ് ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ട്രെൻഡ് ഡൗണിലേക്ക് വന്നു, സെൽ ട്രെൻഡിലേക്ക് വന്നു. പിന്നീട് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സെൽ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റ് അനുസരിച്ച് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ അധികം നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയാൽ മതി. അതിനുശേഷം ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം എവിടെയെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല് ചെയ്യാം. ആ ഒരു ലെവൽസിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇതൊരു ഫോറക്സ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.